ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ആണ്. സ്ലൈഡ് മാറുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട്. തുടങ്ങട്ടെ? ചെയ്തോളൂ മിസ്സേ. ഓക്കെ. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ലൈവ് സെഷനിലേക്ക് ഏൺസ് അക്കാഡമി നടത്തുന്ന ഒരു ഫ്രീ ലൈവ് സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാം ഡിസ്കഷൻ ലൈവ് സെഷനിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ നടന്ന സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കൺഫർമേഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കുന്നു. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ ഇപ്പൊ നമുക്ക് നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിന്റെ കൺഫർമേഷനും 11-ാം തീയതിക്കുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ. അപ്പൊ ഈ കൺഫർമേഷൻസ് എല്ലാം കൊടുത്തു ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പഠനവും വളരെ ഊർജ്ജസ്വലോട് കൂടിയിട്ട് നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷനിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഹയർ ലെവൽ, അതായത് ഒരു നെറ്റ് എക്സാമിന്റെ ലെവൽ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ CSIR നടത്തുന്ന നെറ്റ് എക്സാമിന്റെ ആ ഒരു ലെവലിലുള്ള എക്സാം ഒന്നും ഇവിടെ വരുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റെഫറൻസ് ബുക്കുകൾ, അതായത് ഉപാധ്യായയുടെ ബുക്ക്, അതുപോലെ തന്നെ സെറ്റ്ലിയുടെ ബുക്ക്, ഈ വക ബേസിക് ആയിട്ടുള്ള ബുക്സുകൾ വായിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അതിലെ തിയറീസ് എല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗഹനമായ കാര്യങ്ങളിലോട്ട് എന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അങ്ങനെയുണ്ട്, എങ്കിൽ പോലും ഒരു ആവറേജ് ആയിട്ട് നല്ലപോലെ ബുക്സ് റെഫർ ചെയ്ത ഒരാൾക്ക് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ എക്സാം എന്ന് പറയുന്നത്. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോകുന്നു. പ്രീവിയസ് ഇയർ ആയി നടന്ന സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ പ്രീവിയസ് ഇയർ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്? പ്രൊജക്ടൈലിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് പ്രൊജക്ടൈലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എ പ്രൊജക്ടൈൽ. ഓപ്ഷൻ 1, the acceleration is not zero anywhere along its trajectory. Option 2, its velocity at the highest point is 0. Option 3, the horizontal and vertical components of its motion are completely independent of each other. So, I know about a projectile. An object is actually moving under the influence of gravity following a curved trajectory. That is the projectile. And there are different terms related to the projectile. That is the initial velocity, then comes the angle of projection, then comes the initial height, then the gravity, initial height. These are some of the factors. നമ്മൾ പ്രൊജക്ടൈലിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹൊറിസോണ്ടൽ മോഷനുള്ള ഇക്വേഷൻ എന്താണ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ മോഷണൽ ഇക്വേഷൻ എന്താണ്, അതുപോലെ തന്നെ റേഞ്ച്, മാക്സിമം ഹൈറ്റ് എന്താണ്, റേഞ്ച് എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഈ പ്രൊജക്ടൈലിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇതില് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പ്രൊജക്ടൈൽ. വിച്ച് among the above statements are true? തന്നിരിക്കുന്നവയിൽ ട്രൂ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 3ഉം കറക്റ്റ് ആണ്. വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് മിനിമം എന്നാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇറ്റ് ഈസ് ആക്ച്വലി നമ്മൾ 0 എക്സ്പ്ലെയിൻ, ഇറ്റ് ഈസ് മിനിമം. ദ ആക്സലറേഷൻ ഈസ് നോട്ട് 0 anywhere along its trajectory. Also, the horizontal vertical component of its motion are completely independent of each other. Horizontal component as well as vertical component. അപ്പോ ഇത് ഒരു ബേസിക് ആയിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു പ്രിലിമിനറി ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ തന്നെ പ്രൊജക്ടൈലൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് പ്രൊജക്ടൈല്. അതിന്റെ തീറ്റ ഇക്വേഷൻസ്, മാക്സിമം റേഞ്ച്, ആറിന്റെ ഇക്വേഷൻ അല്ലെ, V², ആറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു,
വി സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇങ്ങനത്തെ ഇക്വേഷൻസ് വി സീറോ സ്ക്വയർ അല്ലെങ്കിൽ യു സ്ക്വയർ എന്ന് നമ്മൾ എഴുതും വി സീറോ സ്ക്വയറിന്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മെക്കാനിക്സിൽ നിന്നാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ബേസിക് മെക്കാനിക്സ് എന്ന് ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയ ഓപ്ഷൻസ് ഓൺലി 1 and 3. അതായത് ഓപ്ഷൻ ബി ഓൺലി 1 and 3 ഈസ് ദ കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനും ബേസിക് ആയിട്ടുള്ള മെക്കാനിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 2 objects have equal kinetic energies. രണ്ട് ഒബ്ജക്ട്സിന് എന്താണ് ഈക്വൽ കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജീസ് ആർ ഈക്വൽ. How do the magnitudes of their momenta P1 and P2 compare? നമുക്ക് അറിയാം കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ ഇക്വേഷൻ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? E1 ഈസ് ഈക്വൽ ടു P1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m1. അതുപോലെ തന്നെ E2 ഈസ് ഈക്വൽ ടു P2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m2. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ സാധിക്കുക. ഇതില് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് how do the magnitudes of their momenta P1 and P2 compare എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക? 2 objects have equal kinetic energy. So I can equate E1 is equal to E2. That is P1 square divided by 2m1 is equal to P2 square divided by 2m2. And നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P1 by P2 കിട്ടും അല്ലേ. അതായത് P1 സ്ക്വയർ ഇൻറ്റു m2 ഈസ് ഈക്വൽ ടു P2 സ്ക്വയർ ഇൻറ്റു m1. 2 ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് ഇതിനെ കൂടുതലായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ P1 divided by P2 the whole square is equal to m1 by m2 എന്ന് കിട്ടും. അല്ലെങ്കിൽ P1 by P2 is equal to root m1 by root m2. മാസിനെ കുറിച്ച് പ്രധാനമായും ഒന്നും ഈ രണ്ട് ഒബ്ജക്ട്സിന് ഈക്വൽ കൈനറ്റിക് എനർജീസ് ആണ് എന്ന് പറയല്ലാതെ അവരുടെ മാസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു കറക്റ്റ് ആയ ആൻസർ നമുക്ക് തന്നിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെയാണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്നൊക്കെ വെച്ച് നമ്മൾ ഇതൊക്കെ നമുക്ക് റെഡിയാക്കി. പക്ഷെ ഇതിൽ രണ്ട് ബോഡീസിന്റെ മാസിനെ കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് ഇവിടെ കറക്റ്റ് ആയ ഓപ്ഷൻ വരിക ഇറ്റ് ഈസ് ഇൻസഫിഷ്യന്റ് ഇൻഫോർമേഷൻ. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ വരിക, ഇൻസഫിഷ്യന്റ് ഇൻഫോർമേഷൻ. ബിക്കോസ് ഇവിടെ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. P1 divided by, അത് ഓർത്ത് വെക്കണേ, P1 divided by P2 is equal to root of m1 by m2. ഇതാണ് ഇമ്പോർട്ടന്റ് ആയ റിലേഷൻ. ഇൻസഫിഷ്യന്റ് ഇൻഫർമേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയ ഓപ്ഷൻ വരിക. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കേട്ടോ, ബേസിക് മെക്കാനിക്സ് ആണ് ഇതൊക്കെ. ബേസിക് മെക്കാനിക്സ് ഐഡിയ, കൈനറ്റിക് എനർജി മൊമെന്റം തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇനി ഇതിപ്പോ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു ഒന്നാമത്തെ അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ആയിട്ട് ഉപാധിയുടെ ബുക്കിൽ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. If the position coordinates of a particle moving in a plane is given by r is equal to position coordinates r is equal to r into cos omega t I plus sin omega t j. This is what is r. Then velocity of the particle. എന്താ വെറുതെ ആ പൊസിഷൻ തന്നിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഈ തവണത്തെ PSCകളെല്ലാം നമ്മുടെ ഒരു സ്ട്രാറ്റജി ഒക്കെ മാറി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നല്ലൊരു ലെവലിലോട്ട് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് പൊസിഷൻ തന്നിട്ട് നമുക്ക് മൊമെന്റം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഓക്കെ, into omega sin omega t I cos omega t into j into omega. ശരിയായില്ലേ? ശരിയായി. നമ്മൾ cos omega t ഡെറിവേറ്റീവ് കൊടുത്തു, sin omega t ഡെറിവേറ്റീവ് കൊടുത്തു. ഞാൻ രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് r omega is equal to minus sin omega t I കൂടി ഉണ്ട്, I plus cos omega t j. ഇയാൾ ഓപ്ഷനിൽ ഉണ്ടോ? r omega minus sin omega t I plus cos omega t j. That is ഓപ്ഷൻ ബിയിൽ കിടപ്പുണ്ട്.
ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പൊസിഷൻ തന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസിക് ആയ ഒരു ഇക്വേഷൻ ആണ് ഇത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് റിമൈൻഡ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which among the following is not true about the fictitious force? Fictitious ഫോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് ശരി അല്ലാത്ത കാര്യം അല്ലെങ്കിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഫിക്ടീഷ്യസ് ഫോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് ശരിയല്ലാത്തത് ഏത്? ഫിക്ടീഷ്യസ് ഫോഴ്സ് നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഫിക്ടീഷ്യസ് ഫോഴ്സ് otherwise known as pseudo force. That is, it is the force which arises when an object is observed from a non-inertial reference frame. Okay. So force that appear to act on an object when the observed from a non-inertial frame is known as this fictitious force. And the centrifugal force, Coriolis force, the Euler force, inertial force, all are examples for the fictitious force. Okay. അതില് ശരിയല്ലാത്തത് which is not true about fictitious force എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. Fictitious force is a uniformly accelerating system, behaves exactly like a constant gravitational force. The fictitious force in a uniformly accelerating system is constant and is proportional to mass. The fictitious force on an extended body acts as the center of mass. Fictitious forces originate due to interaction between the bodies. Not true. That is, the fictitious force originate due to the interaction between the bodies. That is actually not a correct idea about the fictitious force. Okay. So basic ആയിട്ടുള്ള ഫോഴ്സുകൾ അവരുടെ ക്ലാസിഫിക്കേഷൻസ് ആ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ഇമ്പോർട്ടന്റ് ആയ ഐഡിയ ആണ് വാട്ട് യു മീൻ ബൈ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Which among the following is not a velocity dependent force? ഏതാണ് താഴെ കൊടുത്തവയിൽ ഒരു വെലോസിറ്റി ഡിപ്പെൻഡന്റ് ഫോഴ്സ് അല്ലാത്തത്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ശ്രദ്ധിക്കണേ. Which among the following is not? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് ഫോഴ്സസ് ഓഫ് നേച്ചർ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സ്, അല്ലെ? ഇതൊക്കെ എന്താണ്? ദേ ആർ ദ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ ആൻഡ് ദേ ആർ ആക്ച്വലി independent of velocity. These basic forces, they are independent of velocity. Strong nuclear force, weak nuclear force, electromagnetic force, gravitational force. These are the nuclear force, actually two types, that is strong nuclear force, weak nuclear force, then the gravitational force, and this is actually 1, 2, നമുക്ക് 2 അല്ലെ 1 അല്ലെങ്കിൽ 4 ഫോഴ്സ് ഉണ്ട് അല്ലെ. 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2, 3 ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ആക്ച്വലി ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇങ്ങനത്തെ ഫോഴ്സുകളുടെ ക്ലാസിഫിക്കേഷൻ. ആൻഡ് അതില് നമ്മുടെ ബേസിക് ഫോഴ്സസ് ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. ആൻഡ് ആ ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് നോട്ട് എ വെലോസിറ്റി ഡിപെൻഡന്റ് ഫോഴ്സിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, Coriolis force, frictional force, these are velocity dependent force ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് കയോസിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തിൽ നിങ്ങൾ മൊഡ്യൂളുകൾ മീൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ MSc എക്സാമിന് പഠിക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു സിലബസിലേക്ക് ലാസ്റ്റ് ഭാഗത്ത് വരുന്നതാണ് ലിമിറ്റ് സൈക്കിൾ എന്താണ്, ഓക്കെ, എന്താണ് ഒരു ഫേസ് സ്പേസ് എന്നൊക്കെ പറയുന്നത്. There exists a closed curve C to which nearby trajectories can either spiral in or they can spiral away from C. Then C is called. So that is the either they can. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി ആ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ആ ഒരു ഭാഗം പഠിച്ചു വന്നാലാണ് ആക്ച്വലി ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷനിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. പക്ഷെ എന്നാലും ലാസ്റ്റ് ഭാഗത്ത് കയോസിന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഐഡിയ ആണ്. They are either spiral in, അല്ലെ, ഇങ്ങോട്ട് ഇങ്ങനെ നമ്മളൊരു ലിമിറ്റ് സൈക്കിളിൽ കറക്റ്റ് ആയിട്ട് either spiral in or they are spiraling away from C. ഒരു കേർവ്ഡ് ഭാഗത്ത് നിന്ന് അങ്ങനെ സ്പൈറൽ അങ്ങനെ വരുന്ന സമയത്ത് then C is called the closed curve and the C is called actually a limit cycle. It is actually known as a limit cycle. നമുക്കറിയാവുന്ന കാര്യമാണ് x dash
അല്ലെങ്കിൽ എക്സ് ഡോട്ട് എന്ന് പറയുന്ന ഈ ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് അല്ലെ. നിയർ ബൈ ട്രജക്ടറീസ് ദേ ആർ ആക്ച്വലി കമ്മിങ് ടു എ സർക്കിൾ ഓർ ഗോയിങ് അവേ ഫ്രം ദ സർക്കിൾ, ദാറ്റ് ഈസ് ദേ ആർ ഐദർ അട്രാക്ടേഴ്സ് ഓർ ദേ ആർ റിപ്പല്ലേഴ്സ്. ഈ ഭാഗം നിങ്ങൾ പഠിച്ചെത്തിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഭാഗത്തൊക്കെ നോക്കിയോ ക്വസ്റ്റ്യൻസിന്റെ ഒരു ടൈപ്പ് എങ്ങനെയാ? തിയറി ക്വസ്റ്റ്യൻസ്. നമ്മൾ അതിൽ പഠിക്കുന്ന വലിയ വലിയ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പൊ തിയറി സത്യത്തിൽ ഫുൾ ആയിട്ട് പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഉണ്ട്. ഓക്കെ, ലിമിറ്റ് സൈക്കിൾ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is a type of unconstrained motion? ഏതാണ് ഒരു അൺകൺസ്ട്രെയിൻഡ് മോഷന് എക്സാമ്പിൾ ആയിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. അൺകൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പൊ കൺസ്ട്രെയിൻ എന്താന്നൊക്കെ ഉള്ളത് നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിക്കേണ്ടതാണ്. വാട്ട് യു മീൻ ബൈ കൺസ്ട്രെയിൻ അല്ലെ? റെസ്ട്രിക്ഷൻ ടു മോഷൻ ആണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി റെസ്ട്രിക്ഷൻ വാട്ട് ഈസ് മെൻ ബൈ കൺസ്ട്രെയിൻ. പിന്നെ അതുപോലെ കൺസ്ട്രെയിൻസ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഹോളോണോമിക് കൺസ്ട്രെയിൻസ്, ഇക്വേഷൻ വൈസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നവരെ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. അതുപോലെ തന്നെ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്, ഇക്വേഷൻ വൈസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തവരെ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ്. അതുപോലെ തന്നെ ടൈം ഡിപ്പെൻഡന്റും ടൈം ഇൻഡിപെൻഡന്റും റിയോനോമസും സ്ക്ലീറോനോമസും അല്ലെ. ഇങ്ങനെ കൺസ്ട്രെയിൻസ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ വരുന്ന ഭാഗങ്ങളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Which of the among the following is an example of unconstrained motion? Unconstrained motion, കൺസ്ട്രെയിൻ ഒരു എന്താ പറയുക റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു മോഷൻ താഴെ കൊടുത്തതിൽ ഏതാണ്? Two particles moving solely under the mutual gravitational attraction, a particle sliding on a wire, a particle attracted to a cylinder rolling on a fixed surface, swimming bob of a pendulum. So the correct option is option A. The two particles moving freely under the mutual gravitational attraction. It is actually a unconstrained motion. A particle sliding on a wire, അവിടെ constraint ഉണ്ട്. A particle attached to a cylinder rolling അവിടെ constraint വരും. പിന്നെ പെൻഡുലത്തിൽ നമുക്കറിയാം അല്ലെ, ലെങ്ത് തീറ്റ എല്ലാം വേരിയബിൾസ് ആണ്. അപ്പൊ അവിടെ എന്ത് വരും? കൺസ്ട്രെയിൻ, ഒരു മോഷൻ കൺസ്ട്രെയിൻ വരും. അൺകൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? Two particles moving solely under the mutual gravitational attraction is example for the unconstrained motion. Okay, അപ്പൊ ഇതെല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. നമുക്ക് നോക്കൂ, 2, 3, 4, 5, 6, 7 ക്വസ്റ്റ്യനോളം ആ ക്ലാസിക്കൽ മെക്കാനിക്സും ബേസിക് മെക്കാനിക്സും അതുപോലെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ മെക്കാനിക്സും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്തത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ടേമുകളാണ്. ലഗ്രാൻജിയൻ എന്താണ്? അതുപോലെ തന്നെ ഹാമിൽട്ടോണിയൻ ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാൻജിയൻ എന്താണ്? ലഗ്രാൻജിയൻ LM റെപ്രസെന്റ് ചെയ്യും, ഹാമിൽട്ടോണിയൻ റെപ്രസെന്റ് ചെയ്യും. L എന്ന് പറയുന്നത് T-V ആണ്, H എന്ന് പറയുന്നത് T+V ആണ്. ഓരോ ബേസിക് ആയിട്ടുള്ള സിസ്റ്റങ്ങളുടെ ലഗ്രാൻജിയൻ നമ്മൾ ചിലതൊക്കെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് കാണാതെ പഠിക്കുന്ന പോലെ അത്രയും നമ്മൾ യൂസ് ടു ആവും. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യൂസ് ടു ആയിട്ട് അങ്ങനെ നമ്മൾ സിമ്പിൾ പെൻഡുലം അങ്ങനത്തെ ഓരോ ആൾക്കാരും നമ്മൾ പഠിക്കും അല്ലെ. ഇപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലഗ്രാൻജിയൻ തന്നിട്ടുണ്ട്. L is equal to 1/2 M capital M x dot square plus 1/2 M into x dot square plus y dot square plus 2x dot y dot cos alpha. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. നമുക്ക് ഇന്ന് എന്താ കണ്ടത്? ഹാമിൽട്ടോണിനെ കണ്ടത്. സോ ദ PJ, അപ്പൊ നമുക്ക് PJ ഇവിടെ J ന്റെ സ്ഥാനത്ത് എന്താണ്? PX ഉം PY ഉം. So I can find Px, that is dou L by dou x dot. Also Py is dou L by dou y dot. So first of all I am finding what is Px, dou L by dou x dot. That is എങ്ങനെ നമ്മൾ കാണുക? 1/2 M x dot square. So 1/2 into 2 M x dot square. 2 cancel ചെയ്യും. So M x dot plus ഇവിടെയും 2 നിങ്ങൾ ഇതൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും 2 ക്യാൻസൽ ചെയ്യും. സോ 1/2 M into ഇവിടെ എന്ത് വരും? X dot പ്ലസ് ഇവിടെ ഇപ്പുറത്തെ ടേമിൽ y dot square എല്ലാം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഇപ്പുറത്ത് ആരൊക്കെ വരും? ഇപ്പുറത്ത് എന്ത് വരും? y dot cos alpha എന്ന് വരും അല്ലെ. 1/2 M ന്റെ ആ ഒരു 1/2 ക്യാൻസൽ ചെയ്തിട്ട് 2 ആയിട്ട് ക്യാൻസൽ ചെയ്യും. ഇത് വരും നമ്മുടെ dou L by dou x dot എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഡോ എൽ ബൈ ഡോ വൈ ഡോട്ടും ഒന്ന് കണ്ടു നോക്കാം. ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട് ഫസ്റ്റ് ടേം നമുക്ക് വേണ്ട, സെക്കൻഡ് ടേമിൽ എം ഇൻറ്റു വൈ ഡോട്ട് പ്ലസ് 2x അല്ലെ, എം ഇൻറ്റു വൈ ഡോട്ട് പ്ലസ് 2 ക്യാൻസൽ ചെയ്യും, പ്ലസ് എക്സ് ഡോട്ട് കോസ് ആൽഫ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാളും ഉണ്ട് നമുക്ക്, പി എക്സും പി വൈയും കണ്ടു. പക്ഷെ അതില് ഓപ്ഷൻ ആയിട്ട് എം എക്സ് ഡോട്ട് പ്ലസ് എന്താ കിട്ടി നമുക്ക്, എം ഇൻറ്റു എക്സ് ഡോട്ട് കോസ് ആൽഫ പ്ലസ് വൈ ഡോട്ട്. ഇതാണ് ഇപ്പൊ ഡെൽ എൽ ബൈ ഡെൽ വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വൈ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട് കോസ് ആൽഫ. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നമുക്ക് ഇത് നമുക്ക് ഒരു 1 മിനിറ്റ്, ഇവിടെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. പി ഡെൽ എൽ ബൈ ഡെൽ വൈ ഡോട്ട് ആണ് ഇത്, എം ഇൻറ്റു വൈ ഡോട്ട് പ്ലസ് എക്സ് ഡോട്ട് കോസ് ആൽഫ. പക്ഷേ പി എക്സ് ക്യാപിറ്റൽ എം എക്സ് ഡോട്ട് പ്ലസ് എം ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് വൈ ഡോട്ട് കോസ് ആൽഫ. സോ അവർ കറക്റ്റ് ആൻസർ ഈസ് ആക്ച്വലി ദ ഓപ്ഷൻ സി, എം എക്സ് ഡോട്ട് പ്ലസ് എം ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് വൈ കോസ് ആൽഫ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലഗ്രാഞ്ചിൽ നിന്ന് എങ്ങനെ ഹാമിൽട്ടോണിയൻ കാണും, അതുപോലെ തന്നെ എങ്ങനെ ഹാമിൽട്ടോണിയൻ തിരിച്ചു നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ ആണ്. വളരെ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഐഡിയ ആണ്, എങ്ങനെയാണ് ഈ ഒരു കൺവേർഷൻസ് ഒക്കെ നടത്തുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. അതൊന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ കൺവേർട്ടിംഗ് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇൻ ടു ഹാമിൽട്ടോണിയൻ? ലഗ്രാഞ്ച്, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ പഠിച്ചു പോകുന്ന ഒരാൾക്ക് അടുത്തത് നമുക്ക് സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപാധ്യായുടെ ബുക്കിൽ അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ കൺവേർട്ടിംഗ് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇൻ ടു ഹാമിൽട്ടോണിയൻ? അവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണോ, ലെജൻഡ്രെ ട്രാൻസ്ഫോർമേഷൻ ആണോ, ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ, ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ആണോ? ഏതാ വരിക? ലെജൻഡ്രെ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ലെജൻഡ്രെ ട്രാൻസ്ഫോർമേഷൻ ആണ് കറക്റ്റ് ആയ ആൻസർ വരിക. ഓക്കെ, ലെജൻഡ്രെ ട്രാൻസ്ഫോർമേഷൻ കൺവേർട്ട് ലഗ്രാഞ്ച് ടു ഹാമിൽട്ടോണിയൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് അമംഗ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ ഹാമിൽട്ടോണിയൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം? അപ്പോ സിമ്പിൾ പെൻഡുലത്തിന്റെ ഹാമിൽട്ടോണിയൻ ഒക്കെ എന്താണ്? നമുക്ക് സത്യത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും കാണാതെ പഠിക്കുന്ന പോലെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് ഒന്ന് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്ന പോലെ ഒരു ലെവലിലോട്ട് നമ്മൾ വരും. കാരണം ഒരുപാട് പ്രാവശ്യം സിമ്പിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയനും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതും. അതിൽ ഹാമിൽട്ടോണിയൻ ഓഫ് സിമ്പിൾ പെൻഡുലം എച്ച് ഈസ് ഈക്വൽ ടു പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ml സ്ക്വയർ മൈനസ് എം ജി എൽ കോസ് തീറ്റ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ml സ്ക്വയർ. ഇതും ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. That is p theta square by 2ml square minus mgl cos theta. ഓപ്ഷൻ ബിയോ സിയോ രണ്ടും എന്താ പറയാ, രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് എഴുതിയത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്നത്തെ പരീക്ഷയ്ക്ക്. ഐദർ ക്യാൻ ബി ബി ഓർ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. അല്ലെങ്കിൽ ഇവർ ക്വസ്റ്റ്യൻസ് ഇടുന്നവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അബദ്ധം പറ്റിയതായിരിക്കും. ഇവിടെ പ്ലസ്സോ അല്ലെങ്കിൽ സിയിലെ പ്ലസ്സോ ആയിരുന്നിരിക്കാം. പക്ഷെ ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ഹാമിൽട്ടോണിയന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വിച്ച് among the following is expressed by saying that Hamiltonian phase flow preserves volume? നോക്കൂ, ഹാമിൽട്ടോണിയൻ phase flow preserves volume. phase volume is preserved എന്ന് പറയുന്നത് phase volume is preserved എന്ന് പറയുന്നത് ലയോവലീസ് തിയറവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. phase volume is preserved. That is the option D is the correct answer. Option D is the correct answer. So Hamiltonian phase flow preserves volume. So option D is the Liouville's theorem is the correct answer. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകുന്നു. If omega is the angular velocity of a particle of mass m that moves with velocity v in a non-inertial frame, the magnitude of the Coriolis force acting on the body is given by. So Coriolis force, centrifugal force, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യേണ്ടതാണ്. കൊറിയോളിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതായിരിക്കും. FC = 2m ഒമേഗ ക്രോസ് v ആണ് നമ്മുടെ റിലേഷൻ. അപ്പൊ ഇതൊന്നും നമുക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും 2m ഒമേഗ ക്രോസ് v.
അല്ല, ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഐഗൺ വാല്യൂ ഓഫ് ദ മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ സിമ്പിൾ ആയിട്ടൊരു മെട്രിക്സ് ആണ്. ഈവൻ തോ നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ സിലബസിൽ ഈ പറഞ്ഞ പോലെ മെട്രിക്സിനെ കുറിച്ചിട്ടോ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിനെ കാണുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, സിലബസ് സൂചിപ്പിച്ചിട്ടില്ല. എങ്കിൽ പോലും അതൊക്കെ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കാണാനൊക്കെ ഒരു PG ലെവൽ പഠിച്ചൊരു കുട്ടിക്ക് അറിയുന്നുണ്ടായിരിക്കും എന്ന ഒരു സ്വയം ഒരു ബോധ്യത്തോട് കൂടി തന്നെയാണ് അവർ ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 അല്ലെ, നമ്മുടെ ഐഗൺ വാല്യൂ ഇക്വേഷൻ 2 മൈനസ് ലാംഡ 3 2 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ആൻഡ് 2 മൈനസ് ലാംഡ the whole square minus 9 is equal to 0. 2 minus lambda the whole square is equal to 9. 2 minus lambda is plus or minus 3. That is 2 minus lambda is plus 3. 2 minus lambda is minus 3. It can be 2 can be നമുക്ക് ലാംഡ അല്ലെ, മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും -2 ആവും. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു -1 ആൻഡ് here also minus lambda -3 -2 -5. So lambda is equal to 5 അല്ലെ. അപ്പൊ നോക്കൂ 5 -1 ഏതാണ് കറക്റ്റ് ആയ ഓപ്ഷൻ വരിക? ലാംഡ -1 5. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഐഗൺ വാല്യൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലിലോട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഒഴുക്ക് എനിക്ക് പറയാം അല്ലെ. ആദ്യം ഫസ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ഒന്നാമത്തെ പേപ്പർ. അപ്പൊ ആ ക്ലാസിക്കൽ മെക്കാനിക്സ് നോക്കൂ, ഒരു 10 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഒരു 10-12 ക്വസ്റ്റ്യൻ 10 എന്നൊക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വളരെ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവുന്ന രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പൊ 10-12 ക്വസ്റ്റ്യൻ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് വന്നു. അടുത്തതിലേക്ക് ചാടി മാത്തമാറ്റിക്കൽ ഫിസിക്സിലോട്ട് വന്നു. മാത്തമാറ്റിക്കൽ ഫിസിക്സിലാണെങ്കിലും ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടു. ഇനിയിപ്പോ നമുക്ക് ഈ തവണത്തെ എക്സാമിന് വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ടെൻസേഴ്സിന്റെ പ്രോപ്പർട്ടീസോ, ടെൻസേഴ്സിലാണെങ്കിൽ കോൺട്രാവേരിയന്റ്, കോവേരിയന്റ് അല്ലെ, സ്യൂഡോ ടെൻസേഴ്സ്, അങ്ങനെ ഒരുപാട് ടേമുകൾ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മേ ബി നമ്മുടെ മെമ്മറിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലും നമുക്കത് കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റീകോൾ ചെയ്ത് പോയാൽ തന്നെ പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനും ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ താഴെ തന്നവയിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കോംപ്ലക്സ് ഫംഗ്ഷൻ അല്ലാത്തത് ഇത് നോക്കൂ, ഇറേസ് ടു ഐസെഡ്, ഇറേസ് ടു മൈനസ് ഐസെഡ്, പിന്നെ ഇറേസ് ടു ഐസെഡ്, ഇറേസ് ടു മൈനസ് ഐസെഡ്. അപ്പൊ ഡിനോമിനേറ്റർ കോംപ്ലക്സ് അല്ലാത്തത്, അതായത് ഇതൊക്കെ ഡിനോമിനേറ്റർ 2. അപ്പൊ ഇവർ രണ്ടുപേരും എന്തായാലും ആവില്ല. കോംപ്ലക്സ് നോട്ട് എ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ ഇവർ രണ്ടുപേരും നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലാണെങ്കിൽ നോക്കൂ, ഈ നമ്മുടെ ഇറേസ് ടു ഐ ഇല്ല അല്ലെ. അപ്പൊ ഏതാണ് നോട്ട് എ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കൂ, ഇറേസ് ടു ഐ എന്നല്ല നൊട്ടേഷൻ. ഓക്കെ, ഡിനോമിനേറ്ററിൽ 2i ഉണ്ട്, എങ്കിൽ ഇറേസ് ടു ഐ നൊട്ടേഷൻസ് ഇല്ല. സോ ഈ ഓപ്ഷൻ ഡി, അല്ലെങ്കിൽ പിന്നെ അതിന്റെ എക്സ്പ്രഷൻസ് അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നോട്ട് എ കറക്റ്റ് റെപ്രസെന്റേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് വന്നു, which among the following equations. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി വെക്കണേ, ഒന്ന് റീകളക്ട് ചെയ്ത് വെക്കണം. ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. which among the following equation relate the Cartesian to cylindrical unit system? ദേ വന്നു കൺവേർഷൻ. Cartesian to cylindrical unit system. കാർട്ടീഷ്യനിൽ നമ്മുടെ കോർഡിനേറ്റ്സ് x, y, z. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ PG പഠിക്കുമ്പോൾ പടമൊക്കെ വരച്ച് വിശദമായി തീറ്റയൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, അതുപോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? r, θ, z ആണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഇവിടെ z എങ്ങനെയാണ്? z ഈസ് ബോത്ത്, രണ്ട് കേസിലും z ഈക്വൽ ആണ് അല്ലെ. z ഈസ് ഈക്വൽ ടു z. അപ്പൊ നമുക്ക് ഇതൊന്നും എങ്ങനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റം എങ്ങനെയുള്ളതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ z ഈസ് ഈക്വൽ ടു z എന്ന ഐഡിയ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഈ 4 ഓപ്ഷനിൽ നിന്ന് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് മാത്രമേ z ഈസ് ഈക്വൽ ടു z ഉള്ളൂ അല്ലെ. r ഈസ് ഈക്വൽ ടു cos phi, that is I, plus sin phi,
ജെ ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു നോക്കൂ ആർ തീറ്റ അല്ലെങ്കിൽ ആർ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യാട്ടോ ആംഗിൾ അതാണ് ഇവിടെ ഫൈ വരാൻ കാരണം. ഓക്കെ, സോ സെഡ് ഈക്വൽ ടു സെഡ് എന്ന് വരുന്ന ഒറ്റ നൊട്ടേഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ. The value of 1 plus I whole raised to 8 is given by 1 plus I. ഇതൊക്കെ നമ്മള് കോംപ്ലക്സ് പഠിക്കുന്ന കേസിൽ നമ്മുടെ സാറുമാർ ആദ്യമേ ഈ കോംപ്ലക്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. 1 plus I whole raised അല്ലെ 1 plus I whole raised to 8 നമുക്ക് വേണമെങ്കിൽ 1 plus I whole square 1 plus I ആണ് 1 plus I whole square whole raised to 4 എന്ന് എഴുതാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 16 എന്ന് കിട്ടും ആൻസർ. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. 1 plus I ഒരുപാട് പവേഴ്സ് നമ്മൾ അന്ന് കോംപ്ലക്സ് പഠിക്കുന്ന കേസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ 1 plus I whole raised to 8 നെക്സ്റ്റ് നമുക്ക് റിസൾട്ട് 16 ആണ്. ഇതാ വന്നു നമ്മുടെ അടുത്ത ഒരു സെക്ഷൻ. അപ്പൊ നോക്കൂ, ശരിക്കും ആ മാത്തമാറ്റിക്കിന്റെ സിലബസും പോയത് അങ്ങനെ തന്നെയാണ്. എങ്ങനെ മെട്രിക്സിനെ കുറിച്ച് ചോദിച്ചു, ബേസിക് ആയ കോംപ്ലക്സ് ചോദിച്ചു, കൺവേർഷൻ ഇപ്പൊ ഏതിൽ വേണമെങ്കിൽ കൺവേർഷൻ നമുക്ക് ഏതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. കാരണം ബേസിക് ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് അതൊന്നും ഒന്നിൽ വേറെ കൺവേർട്ട് ചെയ്യുക ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പഠിക്കേണ്ട കാര്യമാണ്. കോംപ്ലക്സ് വേറൊരു ക്വസ്റ്റ്യൻ. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നവർക്ക് നല്ല താല്പര്യം ഇഷ്ടമുള്ള ഭാഗമാണ്. സ്പെഷ്യൽ ഫങ്ഷൻസ്. ഏതാണ് സ്പെഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ഭാഗം? സ്പെഷ്യൽ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ആക്ച്വലി ആ ഒരു 4 സ്പെഷ്യൽ ഫംഗ്ഷൻ, ബെസൽ ഫംഗ്ഷൻ, ലെജൻഡ്രെ ഫംഗ്ഷൻ, ദെൻ ലാഗുറെ ഫംഗ്ഷൻ, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ ഹെർമൈറ്റ് ഫംഗ്ഷൻ. ഈ 4 ഫംഗ്ഷനും അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കറൻസ് റിലേഷൻ, അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റോഡ്രിക്സ് ഫോർമുല, ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചാൽ ഇതിലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സുഖമായി നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ദ റെക്കറൻസ് റിലേഷൻ. ഈ റെക്കറൻസ് റിലേഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഈ Pn(x) എന്ന് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഓർമ്മ വരും. Pn(x) is representing the Legendre polynomial. That is option B is the correct answer. Legendre polynomial, option B is the correct answer. അപ്പൊ ലാഗുറെ പോളിനോമിയൽ, ഹെർമൈറ്റ് പോളിനോമിയൽ Hn(x) അല്ലെ, ബെസൽസ് ഫംഗ്ഷൻ Jn(x), പിന്നെ ലാഗുറെ പോളിനോമിയൽ Ln(x), ഇവരൊക്കെ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. വളരെ അത്യാവശ്യമാണ്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചാടി വന്നിട്ടുണ്ട്. The Bessel function of second kind. Bessel function is very, very, very important. What do you mean by Bessel's function? What are the important equations representing Bessel function? കാരണം നമ്മൾ ബെസൽ ഫംഗ്ഷൻ ആണ് നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പഠിക്കണം. ആദ്യത്തെ സ്പെഷ്യൽ ഫംഗ്ഷൻ ബെസൽ ഫംഗ്ഷൻ. അതുകൊണ്ട് ആ ആദ്യത്തെ കാര്യം നമ്മൾ വിശദമായി എന്തായാലും അന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ബെസൽ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്, ബെസൽ ഫംഗ്ഷൻ സെക്കൻഡ് കൈൻഡിനെ വിളിക്കുന്ന പേര് ഗാമ ഫംഗ്ഷൻ ആണോ? ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ ഒക്കെ ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന കുറച്ച് അല്ലെ, ബീറ്റ എൻ കോമ എൻ ഈസ് ഈക്വൽ ടു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് എം പ്ലസ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതല്ല. ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫംഗ്ഷൻസിനെ ജനറേറ്റ് ചെയ്യുന്ന ആള്. ബീറ്റ ഫംഗ്ഷനും അല്ല. പിന്നെ ഉള്ളത് ആരാ? ന്യൂമാൻ ഫംഗ്ഷൻ. അപ്പൊ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഉത്തരങ്ങളിലോട്ട് എത്താം. അതല്ല ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ബെസൽ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് കൈൻഡിനെ ബെസൽ ഫംഗ്ഷൻ തന്നെ വിളിക്കുന്നു, സെക്കൻഡ് കൈൻഡിനെ ന്യൂമാൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു, തേർഡ് കൈൻഡിനെ ഹാങ്കൽ ഫംഗ്ഷൻ HANKER, ഹാങ്കൽ ഫംഗ്ഷൻ എന്ന് തേർഡ് കാറ്റഗറി, തേർഡ് കൈൻഡിനെ വിളിക്കുന്നു എന്ന് നമുക്ക് പഠിച്ചതാൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4 coins are tossed simultaneously. പ്രോബബിലിറ്റി ഒന്നും നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും അവർക്ക് ചോദിക്കാം. കാരണം അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദം ആർ ഹെഡ്? നൺ ഓഫ് ദം ഹെഡ് ആവാതിരിക്കാൻ, നൺ ഓഫ് ദം ആർ ഹെഡ്, നൺ ഓഫ് ദം ഹെഡ് ആവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എന്താണ്? അത് 4 coins are toss ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു കോയിന്റെ പ്രോബബിലിറ്റി 1/2. 4 കോയിന്റെ പ്രോബബിലിറ്റി 1/2 into 1/2 into 4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ 1/16 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is likely to be Fourier transform of the function? Fourier transform കുറച്ച് കാര്യമായിട്ട് നമ്മൾ പഠിക്കണം. നമുക്ക് ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും
n e raised to minus alpha x square. ഇതിലിപ്പോ കറക്റ്റ് ആയ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, n divided by √2 alpha e raised to minus omega square by 4 alpha. ഇതാണ് കറക്റ്റ് ആയ ആൻസർ വരിക. ഫൊറിയർ ട്രാൻസ്ഫോമും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോമും അതിന്റെ എക്സ്പാൻഷനും an എന്താണ് bn എന്താണ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം കഴിഞ്ഞു. നമ്മൾ കറക്റ്റ് ആയിട്ട് വന്നു. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ മാത്തമാറ്റിക്കലിലോട്ട് കടന്നു. അതിനെ ഒന്ന് അരച്ച് കലക്കി എല്ലാ ഭാഗത്തും ഒന്ന് ടച്ച് ചെയ്ത് പോയി. അടുത്ത് നോക്കൂ, വിച്ച് among the following is a current controlled negative resistance device? ഇലക്ട്രോണിക്സ് എന്ന ഭാഗവും സത്യത്തില് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖല തന്നെയാണ്. 10 മാർക്കാണ് ഇലക്ട്രോണിക്സ് എന്ന് വരാൻ നമ്മളോട് സാധ്യത പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇലക്ട്രോണിക്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതോട് നോക്കൂ, ഇതൊക്കെ നോക്കൂ. നമുക്ക് ട്രാൻസിസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ. വാട്ട് ഈസ് എ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ? പി എൻ ജംഗ്ഷൻ ഡയോഡ് നമുക്ക് അറിയണതാ അല്ലെ? ഡയോഡ് ഈസ് ആക്ടിങ് ആസ് എ റെക്ടിഫയർ. ആൻഡ് ദ ഇമ്പോർട്ടന്റ് ഫിനോമിന റിലേറ്റഡ് ടു ട്രാൻസിസ്റ്റർ ഈസ് transistor can act as a amplifier. How transistor is acting as a amplifier? A bijunction transistor, a unijunction transistor. So transistors, they are having 3 leads. അല്ലെ, 3 കാലുള്ള ആളാണ് നമ്മൾ ട്രാൻസിസ്റ്റർ. ഡയോഡിനോ 2 ജംഗ്ഷനേ ഉള്ളൂ. Diode, it is having a junction, one p region, n region is having 1 junction, pn junction. അല്ലെ, അപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് which among the following is a current controlled negative resistance device? വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. കറന്റ് കൺട്രോൾഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസ് എന്ന് പറയുന്നത് a unijunction transistor ആണ്. Unijunction transistor, that is a option B is the correct answer, a unijunction transistor. Okay, ഇലക്ട്രോണിക്സ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചാടി വന്നു. ഫെക്ടർ, ജെ ഫെക്ടർ, അതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസസ്. അതിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനെ കുറിച്ച്, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനെ കുറിച്ച് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചാലെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് എ ജെഫെറ്റ് ഡിഫൈൻഡ് ബൈ ദ കണ്ടീഷൻ VGS is equal to 0 volt, VDS is greater than mod VP. Okay, ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന, സോ ID is actually IDSS, that is drain source voltage. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് എ JFET? സോ സ്റ്റേറ്റ് ഓഫ് ദ JFET, ദാറ്റ് ഈസ് ഏതാണ് കറക്റ്റ് ആയത്? IDSS ന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? The value of IDSS, that is drain source voltage, it is actually the maximum. That is the option C is the correct answer. ഇലക്ട്രോണിക്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, ഇലക്ട്രോണിക്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ, എവിടുന്ന് വേണമെങ്കിൽ, ഏത് ഭാഗത്ത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബേസിക് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡയോഡ്, അതുപോലെ ട്രാൻസിസ്റ്റർ. കാരണം അതൊന്നും സിലബസിൽ നമ്മളോട് അങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഡിഗ്രി ലെവൽ എക്സാം അല്ല, PG ലെവൽ എക്സാം ആണ്. ഡിഗ്രി പഠിച്ചിട്ടാണല്ലോ PG-ലോട്ട് വരിക. അപ്പൊ അതുകൊണ്ട് എവിടുന്ന് വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്നൊക്കെ വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് among the following materials is used to make a light dependent resistor, LDR? അല്ലെ, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന മെറ്റീരിയൽ താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, അതുപോലെ തന്നെ സിലിക്കൺ, അതുപോലെ തന്നെ കാഡ്മിയം സൾഫൈഡ്. അപ്പോൾ ഇതിൽ ഏത് മെറ്റീരിയൽ ആണ് നമുക്ക് ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് മെറ്റീരിയലാണ് വരിക ആൻസർ ആയിട്ട്? ഏത് മെറ്റീരിയലാണ് വരിക? കാഡ്മിയം സൾഫൈഡ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് കാഡ്മിയം സൾഫൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ, കാഡ്മിയം സൾഫൈഡ്, ദാറ്റ് ഈസ് ഡി. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകുന്നു. വിച്ച് among the following, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് among the following, which is the most commonly, which is the most material to make IR LEDs? Okay, ഏതാണ് most common material in order to make the IR LEDs? Option A, gallium arsenide. Option B, germanium. Option C, silicon. And option D is cadmium selenide. Okay, ഇതിന് കറക്റ്റ് ആയ ഓപ്ഷൻ വരിക to make the IR LEDs. LED being a light emitting diode.
ഓപ്ഷൻ ഇത് കറക്റ്റ്. ഒക്കെ നമുക്ക് പഠിച്ചു പോയാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ എ ഗാലിയം ആർസനൈഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ദാറ്റ് ഈസ് ഗാലിയം ആർസനൈഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോകുന്നു. ഇതൊക്കെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ഉണ്ട്. എന്താണെന്നുള്ള ചോദ്യങ്ങൾ. Which among the following material is the least preferred in making a PN junction solar cell? Which among the following material is least preferred in making a PN junction? ഏറ്റവും കുറവ് പ്രിഫറൻസ് in order to make a PN junction solar cell ഏതാണ്? amorphous silicon ആണോ, കാഡ്മിയം ടെലറൈഡ് ആണോ, ലെഡ് സൾഫൈഡ് ആണോ, കോപ്പർ ഇൻഡിയം ഗാലിയം ദാറ്റ് ഈസ് ഡിസ്ലെഡ് ആണോ? ഓക്കെ, ഏതാണ് കറക്റ്റ് ആയ ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ്. ചില മെറ്റീരിയൽസ് നമ്മൾ കേട്ടും കൂടി ഇല്ലാത്ത പോലെയാണ് അല്ലെ, ലെഡ് സൾഫൈഡ്. ഇതാണ് നമുക്ക് ലീസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള, നമുക്ക് ലീസ്റ്റ് പ്രിഫറൻസ് ഇൻ ഓർഡർ ടു മേക്ക് എ PN ജംഗ്ഷൻ സോളാർ സെൽ. ലെഡ് സൾഫൈഡ് ആണ്. ലെഡ് സൾഫൈഡ് ഈസ് ലീസ്റ്റ്ലി പ്രിഫേർഡ് ഫോർ മേക്കിംഗ് എ PN ജംഗ്ഷൻ സോളാർ സെൽ. ഓക്കെ, സോളാർ സെല്ലൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്, സോളാർ സെൽ വേർ solar energy is converted to what energy? Electrical energy. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. And the process of converting this optical energy into electrical energy is known as photovoltaic effect. It is known as photovoltaic effect. And what is the difference between this photoelectric effect and photovoltaic effect? In photoelectric effect, actually, in മെറ്റീരിയൽ ലൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്താവും? ഈ ഇലക്ട്രോൺസ് they are bringing out of the materials. ആ ഇലക്ട്രോൺസിനെ പറയുന്ന പേരെന്താ? ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ്. ഫോട്ടോവോൾട്ടൈക് ഇഫക്റ്റിൽ എന്താണ്? ആ ഇലക്ട്രോൺസ് they are actually suitably biased and they are made into a useful form, that is in order to for the consumption of electrical energy. Okay, so solar cell is actually PN junction solar cell is an important portion of electronics. അതിന് ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് എന്ത്? നമ്മുടെ ഓപ്പാംസ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഓപ്പാം ഗെയ്ക്വാദിന്റെ ബുക്ക് എടുത്ത് പഠിച്ചാൽ മതി. ഓപ്പാമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വിശദമായി എല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഒരു ഓപ്പാം ഒരു ആംപ്ലിഫയർ ആയിട്ട്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയേഴ്സ്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയേഴ്സ്, അങ്ങനെ ഓരോരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ. CMRR അല്ലെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, CMRRുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത്. Which among the following is not true? നോക്കൂ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ് ശരി എന്നതിനേക്ക് കൂടുതൽ ഏതാണ് ശരിയല്ലാത്തത് അല്ലെങ്കിൽ തെറ്റ് ഏതാന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടി ഉള്ളത് നമുക്ക് തോന്നുന്നു അല്ലെ. അപ്പൊ അത് നമ്മളെ സത്യം പറഞ്ഞാൽ കൂടുതൽ തെറ്റുകൾ, അതായത് ഓപ്ഷൻസിൽ തെറ്റുകളിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് അറിയാവുന്നതിൽ നമ്മൾ ഓടിച്ചേടി കയറി നമ്മൾ ബബിൾ ചെയ്യരുത്. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് വേണം ആൻസറിലോട്ട് പോകാൻ. Which among the following is not true about the common mode rejection ratio of an op-amp എന്നാണ്. CMRR 20 log 10 AD by AC/dB. Okay ആണ്. The larger value of CMRR, the better is the circuit operation. ശരിയാണ്. For larger values of CMRR, the output voltage will be due mostly to different signals. Then larger the value of CMRR, lower the chances that common mode signal has been rejected. അല്ല, അത് തെറ്റാണ്. Larger the value of CMRR, lower the chance. തെറ്റാണ്. So which among the following is not true about common mode rejection ratio? Option D is the correct answer. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓപ്പാംസ് എന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പാമിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഓപ്പാമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതെല്ലാം സത്യത്തിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം കൃത്യമായി പഠിക്കുന്ന വേണം. അങ്ങോട്ട് എന്താ പറയുക, നല്ല പോലെ ഓപ്പാമ്പിന്റെ ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മുടെ പഠനം. അപ്പൊ CMRR എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഗിവൺ സർക്യൂട്ട്? അല്ല, ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് Vout ഈസ് ഈക്വൽ ടു RF ഡിവൈഡഡ് ബൈ RI ഇൻറ്റു എന്താണ്? V ഇൻപുട്ട് ആണ് അല്ലെ. അതായത് നമുക്ക് എത്ര കിട്ടും? 100 divided by 100 into 1, that is 1 volt. That is option A is the correct answer. 1 volt ആണ്. ഓക്കെ, ഇതും ഓപ്പാമ്പ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ ദ ഫോളോയിങ് സർക്യൂട്ട്. അപ്പൊ ലാബ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഭാഗത്തുനിന്ന്. ഈ നമ്മുടെ ഈ ഓപ്പാമ്പിന്റെ ഭാഗത്തുനിന്ന് ലാബൊക്കെ വിശദമായി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ
നമ്മുടെ എന്താ പറയാ ഫിൽട്ടർ സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഫിൽട്ടർ സർക്യൂട്ട്സ് ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് ഫിൽട്ടേഴ്സ് ഉണ്ട്. ലോ പാസ് ഫിൽട്ടർ ഉണ്ട്, ഹൈ പാസ് ഫിൽട്ടർ ഉണ്ട്, ബാൻഡ് പാസ് ഫിൽട്ടർ ഉണ്ട്, ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടേഴ്സ് ഉണ്ട്, നോച്ച് ഫിൽട്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ലോ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ദാറ്റ് allow or block specific frequency ranges. That is what the basic idea about the electronic circuits, that is they allow or block specific frequency ranges. That is what meant by this, the filter circuit. And low pass filter, high pass filter, band pass filter, frequency filter, band stop filters, notch filters. These are actually different types of filters. അതില് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഡയഗ്രാം, അതായത് VIN, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഡയഗ്രാം ഏത് ഫിൽറ്റർ ആണ്? സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ആണോ, ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ ആണോ, അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ആണോ, അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽറ്റർ ആണോ? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഈ ഡയഗ്രാം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഫസ്റ്റ് VIN ഉണ്ട്, VIN, then comes എന്താണ്? C ആണ് അല്ലെ? then comes the resistance value. So it is actually the correct option is the option B, that is first order high pass filter ഡയഗ്രാം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫിൽറ്റേഴ്സ് ഒക്കെ വിശദമായി നല്ലപോലെ പഠിക്കുക. നോച്ച് ഫിൽറ്റർ എന്താണ്, അതുപോലെ തന്നെ ഓരോ ഫിൽറ്റേഴ്സിന്റെ റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച് എന്താണ് എന്നുള്ളത് വിശദമായി പഠിക്കുക. ഓക്കെ, so this is a first order high pass filter ആണ്. C ആ റേഞ്ചിലാണ് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അറിയാം ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ VIN, നമുക്ക് RC ആ ഓർഡറിൽ വരും നമുക്ക് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. Low pass filter എന്താണ്? They passes the low frequencies, blocking the high frequency. That is what meant by the low pass filter. And the passes high frequency and blocks the low frequency. So ഇത് ആ ഒരു ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ വാട്ട് ഈസ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. The noise produced by the random motion of charge carriers. Flicker noise, B short noise, C Johnson noise, and D 1/f noise. That is the noise produced by the random motion of charge carriers is meant by option C, that is Johnson noise. Correct answer. Option C. Okay, option C is the correct answer. Please unmute the audio. And moving into next question, that is 30th question. Which is the modulation system in which there are pulses of constant amplitude and length but the varying time? Okay, modulation ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Which is the modulation system in which അപ്പൊ pulse modulation, pulse width modulation, pulse amplitude modulation, pulse mode modulation, നമ്മുടെ സിഗ്നലിന്റെ അടിസ്ഥാനം നമ്മൾ മാറ്റുക, അത് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. So it is the modulation system in which there are pulses of constant amplitude and length but with varying time. With varying time, that is option A, pulse position modulation. Option A is the correct answer. ഇനി sky waves are refracted back to earth. Sky waves are refracted back to earth from A option mesosphere, B option ionosphere, and C option stratosphere, and D option they penetrate the atmosphere. Sky waves are refracted back to earth from the ionosphere. That is option B is the correct answer, ionosphere. Okay. Next, I am moving to the next question. A free electron has a kinetic energy of 100 electron volt. Its de Broglie wavelength will be, de Broglie wavelength എന്ന് ചോദിച്ചിരിക്കുന്നത് lambda is equal to h by p. നമ്മുടെ റിലേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ഓപ്ഷൻ എ 2.86 നാനോമീറ്റർ, that is 1.226 നാനോമീറ്റർ, 0.1266 നാനോമീറ്റർ, 0.08, that is 0.0826 നാനോമീറ്റർ. ഇത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ is equal to h by p. Okay.
അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഹിൽബർട്ട് സ്പേസ് വിച്ച് among the following is not true about the ഹിൽബർട്ട് സ്പേസ്. ഹിൽബർട്ട് സ്പേസിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ സമയത്ത് ട്രൂ അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് പടുത്തുയർത്തിയത് ഈ ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഹിൽബർട്ട് സ്പേസിന് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹിൽബർട്ട് സ്പേസ് അങ്ങനെയാണ്, സെപ്പറബിൾ ആണ്, അതുപോലെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹിൽബർട്ട് സ്പേസുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലും ഈ പറഞ്ഞ കൂട്ടം ശരിയല്ലാത്തത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഹിൽബർട്ട് സ്പേസ് ലീനിയർ സ്പേസ്, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഇറ്റ് ഹാസ് എ ഡിഫൈൻഡ് സ്കെയിലർ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി പോസിറ്റീവ്, ശരിയാണ്. H is inseparable, അത് ഇൻസെപ്പറബിൾ ആണ്. സോ ഓപ്ഷൻ ഏതാണ് തെറ്റ്, നോട്ട് ട്രൂ ആയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് H is inseparable എന്നതാണ് ഹിൽബർട്ട് സ്പേസുമായി തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ പ്രീവിയസിലെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയ ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ ഓപ്ഷൻ പറഞ്ഞില്ല. 0.1226 നാനോമീറ്റർ ആണ് കറക്റ്റ് ആയ ആൻസർ വരിക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ് നൊട്ടേഷൻ. അത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കടന്നു. നമ്മൾ ആദ്യം ക്ലാസിക്കൽ മെക്കാനിക്സ് നോക്കി, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സ് നോക്കി, അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് പോയി. അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് കടന്നു. ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി. അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഹിൽബർട്ട് സ്പേസ്, നമ്മുടെ പ്രസന്റ്ലി ക്വാണ്ടം മെക്കാനിക്സ് പടുത്തുയർത്തിയ ഹിൽബർട്ട് സ്പേസിന്റെ പ്രോപ്പർട്ടിയുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കി. അടുത്തത് മെട്രിക്സ്, അതായത് ബ്രാക്കറ്റ് നൊട്ടേഷൻ. വാട്ട് ഈസ് ബ്രാ നൊട്ടേഷൻ ആൻഡ് വാട്ട് ഈസ് കെറ്റ് നൊട്ടേഷൻ? ബ്രാക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു നൊട്ടേഷൻ ആണ്. ദിസ് ഈസ് ബ്രാ നൊട്ടേഷൻ ആൻഡ് ദിസ് ഈസ് ദ കെറ്റ് നൊട്ടേഷൻ. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ദിസ് ബ്രാക്കറ്റ് നൊട്ടേഷൻ ഈസ് ആക്ച്വലി കമ്മിങ് ടു ദ പ്ലേ. ബ്രാക്കറ്റ്. ഓക്കെ, ഈ ബ്രാക്കറ്റ് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി ദ ബ്രാ മെട്രിക്സ്. ബ്രാ മെട്രിക്സ് ഓഫ് ദ കെറ്റ്. ഈ ബ്രാ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കെറ്റ് മെട്രിക്സ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? നമ്മള് കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക. ദിസ് I is equal to 2i, പിന്നെ 3 minus i, പിന്നെ എന്ത് വരും? നമുക്ക് ഇവിടെ -4 ആണ്, +4. 2 3 minus i, അതുപോലെ തന്നെ 4. അതായത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. A തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബി തന്നിട്ടുണ്ട്, അതുപോലെ സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് നൊട്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബ്രാക്കറ്റ് നൊട്ടേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഇവര് ഡുവൽ സ്പേസ് ആണ്. ബ്രാ സ്പേസും നമ്മുടെ കെറ്റ് സ്പേസും ദേ ആർ ആക്ച്വലി നോൺ ആസ് ഡുവൽ സ്പേസസ്. ആ വക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ബ്രാക്കറ്റ് നൊട്ടേഷനുമായി ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കറക്റ്റ് ആയ ഒരു ആൻസർ ഇതില് നമ്മുടെ 34th ക്വസ്റ്റ്യൻ ആണ്. സോ -2i നമ്മൾ കറക്റ്റ് ആക്കി. 2i, 3 + i, 3 - i, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് -4 അല്ലെ. 4 നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 4 നമുക്ക് ഒരു സംഖ്യ മാത്രമാണ്. സോ -4 വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ. കെറ്റിന് നമ്മൾ എന്ത് ചെയ്തു? ബ്രാ നൊട്ടേഷൻ ആക്കി മാറ്റി. കെറ്റ് നൊട്ടേഷനെ ബ്രാ നൊട്ടേഷനും ആക്കി മാറ്റി. സോ -4 തന്നെ. അതായത് i ടേംസ് ഒക്കെ നമ്മൾ ഓപ്പോസിറ്റ് എടുക്കും. ഓക്കെ, അത്രയാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ഇനി 35. ഇഫ് എ ഈസ് ആൻ ഓപ്പറേറ്റർ. നോക്കൂ, ഓപ്പറേറ്റേഴ്സിന്റെ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്? എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ എന്താ പറയാ പ്രോപ്പർട്ടീസ്? ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ ഐഗൻ വാല്യൂസ് എങ്ങനെയായിരിക്കും? അവരുടെ ഐഗൻ വെക്ടേഴ്സ് എന്തായിരിക്കും? എന്താണ് ആന്റി ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ്? പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പിന്നെ അതുപോലെ തന്നെ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് എന്താണ്? ഈ ഓപ്പറേറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയി ചോദിക്കും. ആ ഭാഗം നല്ലോണം പഠിച്ചോളുക. So A is an operator satisfying the eigenvalue equation. This is actually meant by eigenvalue equation, that is A phi is equal to, that is alpha phi. Then which among the following equation is true? Inverse operator A inverse alpha is equal to A inverse phi is equal to alpha phi. So the 35th question the correct ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? A inverse phi is equal to, that is ket phi is equal to alpha inverse ket phi. This option D is the correct answer. ഇനി അടുത്ത് നോക്കൂ, ഐഡന്റിഫൈ ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് മെട്രിക്സ്. ഓഡ് വൺ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്.
അപ്പോ എ എന്ന് പറയുന്നത് 36th ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. A0110, B0 - I0, D100 - 1. നമുക്ക് ഈ ഒരു ഭാഗം കണ്ടത് തന്നെ നമുക്ക് അറിയുന്നുണ്ടാവും. ഇത് ആക്ച്വലി പോളിസ്പിൻ മെട്രിക്സസ് ആണ്. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ്. ഇതിൽ ഓപ്ഷൻ സി 0 - I10 അതെന്താണ്? അത് നമ്മുടെ സിഗ്മ എക്സിന്റെയോ സിഗ്മ വൈയുടെയോ അതുപോലെ സിഗ്മ സെഡിന്റെയോ നൊട്ടേഷൻ അല്ല. അപ്പോ ഇത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പോ ഈ പോളിസ്പിൻ മെട്രിസസ് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോളിസ്പിൻ മെട്രിസസ് എന്താണ്? പോളിസ്പിൻ മെട്രിസുകളുടെ പ്രോപ്പർട്ടീസ് എന്താണ്? ഓക്കെ, സിഗ്മ എക്സ്, സിഗ്മ വൈ = I സിഗ്മ സെഡ് അതുപോലത്തെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടീസ് എല്ലാം ഓർത്ത് വെച്ചോണം. പോളിസ്പിൻ മെട്രിസസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആക്ച്വലി എന്ത് ചെയ്യണം അറിയോ? സെറ്റ്ലിയുടെ ബുക്ക് അങ്ങോട്ട് പഠിച്ചാൽ മതി. ക്വാണ്ടം മെക്കാനിക്സ് ബൈ സെറ്റ്ലി എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് ഈ പോളിസ്പിൻ മെട്രിസുകളുടെ പ്രോപ്പർട്ടീസ് നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബുക്ക് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് വൃത്തിയായി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളിസ്പിൻ മെട്രിസസ് എന്ന ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പൊട്ടൻഷ്യൽ എക്സ്പ്രസ്ഡ് ആസ് V of R is equal to V0 e raised to -R divided by capital R divided by R is known as. ഈ ഒരു പൊട്ടൻഷ്യൽ നൊട്ടേഷൻ നിങ്ങൾ കോമൺ ആയിട്ട് ഇങ്ങനെ ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ നൊട്ടേഷൻ. അത് ഹാർമോണിക് പൊട്ടൻഷ്യൽ ആണോ, സി ഹാർഡ് സ്ഫിയർ പൊട്ടൻഷ്യൽ ആണോ, ഗോഷ്യൻ പൊട്ടൻഷ്യൽ ഇങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, that is Yukawa's potential is actually represented as V of R is equal to V0 e raised to -R by capital R divided by R. Okay, so Yukawa's potential is the correct answer. Next question. Again we are moving to the one ഒരാളെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളെ ക്വാണ്ടം മെക്കാനിക്സില് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, ദ ഹാമിൽട്ടോണിയൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഞാനിപ്പോ ഈ ഭാഗം നമ്മൾ പറയുമ്പോൾ ഇത് ഏത് ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്? ഹെയ്സൻബർഗ് പിക്ചർ അല്ലെ? ഹെയ്സൻബർഗ് BERG, ഹെയ്സൻബർഗ് പിക്ചർ. ഹെയ്സൻബർഗ് പിക്ചർ ഉണ്ട്. അപ്പൊ ഹെയ്സൻബർഗ് പിക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം ആരെ കുറിച്ച് പറയണം? ഷോഡിഞ്ചർ പിക്ചറിനെ കുറിച്ച് പറയണം. ഷോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻസ് റെപ്രസെന്റിംഗ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. സോ ഷോഡിഞ്ചർ പിക്ചർ, ഷോഡിഞ്ചർ പിക്ചറിൽ വേവ് ഫംഗ്ഷൻസ് ആയി വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മുടെ ഹെയ്സൻബർഗ് പിക്ചറിൽ ഓപ്പറേഷൻ എ വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആൻഡ് ഇൻ interaction picture both the wave functions I as well as the operator A varies with respect to time. ഇതൊക്കെയാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ 3 റെപ്രസെന്റേഷൻസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതില് ഹെയ്സൻബർഗ് പിക്ചർ ആണ്. നമ്മൾ ഷോഡിഞ്ചർ പിക്ചർ ജസ്റ്റ് ആ വേവ് ഫംഗ്ഷന്റെ ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുള്ളൂ അല്ലെ? ആ വേവ് ഫംഗ്ഷന്റെ ഫോം അത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹെർമൈറ്റ് പോളിനോമിയൽ H(x) വരും. അതിനെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ ഗാമ ഫംഗ്ഷനെ കുറിച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഷോഡിഞ്ചർ പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പഠിക്കും. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക്സ് മെത്തേഡ് വെച്ച് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഹെയ്സൻബർഗ് പിക്ചർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എ എന്ന് പറയുന്ന നമ്മുടെ അനിഹിലേഷൻ ഓപ്പറേറ്ററും എ ഡാഗർ എന്ന് പറയുന്ന നമ്മുടെ ക്രിയേഷൻ ഓപ്പറേറ്ററും നമ്മൾ എന്ത് ചെയ്യും? അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം കണ്ടെത്തുക. അതുപോലെ നമ്പർ ഓപ്പറേറ്റർ N is equal to A dagger A. ഇതൊക്കെ 1-2 ചെറിയ സെന്റൻസുകളിൽ വരുന്ന പ്രൂഫുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ കൺഫ്യൂഷൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറോട്ട് എത്താൻ പറ്റും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞപ്പോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. N is equal to A dagger A എന്നതാണ് നമ്മുടെ N is equal to A dagger A എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നമ്പർ ഓപ്പറേറ്റർ ആണ്. സോ 30th question is from the quantum mechanics, specifically saying from the Heisenberg picture of the quantum mechanics, and I can write the Hamiltonian based on simple harmonic oscillator H cross omega A dagger A plus half. So option A is my correct answer, option A. Next question. The dispersion relation for a type of wave omega square is equal to AK plus BK cube. The wave number K0 for which phase velocity, so phase velocity that is equal to omega by K, and group velocity I have to do d omega by dk, and wave number K0 I have to equate this Vp and Vg.
And so because of that, I will be getting, by equating Vp and Vg, I will be getting option A as the wave number K0 root of A divided by P. Okay, ഇതും ബേസിക് ആയിട്ട് നമ്മുടെ ഫേസ് വെലോസിറ്റി ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ള ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അതിൽ നമുക്ക് അത് വെച്ച് നമുക്ക് കാണാം, അതല്ലാതെ ഡിസ്പേഴ്സൺ റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് സോളിഡ് സ്റ്റേറ്റിലോട്ട് കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. The radius of the second orbit r square is equal to n square into a0 of helium atom. So I have to divide it by that. This is the expression for the radius of second orbit of a singly ionized helium atom. Second orbit, radius of second orbit. So z square, I know the value of a0. A0 is 0.529. So 2 square 0.529 divided by z is actually 2. So actually 1.06 angstrom. That is option B is the correct answer for my 40th question. Okay. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഈ ഒരു 40 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ 40 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒരുവിധം തിയറി പഠിക്കുന്ന ഒരാൾക്ക് എക്സാം ഏകദേശം ഒക്കെ നല്ല രീതിയിൽ എഴുതാം. പിന്നെ നമ്മളിടുന്ന എഫേർട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലോട്ട് എത്താവുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഈ പറയുന്ന സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. ഗസറ്റഡ് പോസ്റ്റിലോട്ടാണ് നേരിട്ട് നിയമനം നടക്കുന്നത്. അപ്പൊ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബാണ്. നല്ലപോലെ എല്ലാവരും പഠിക്കുക, നല്ലപോലെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിച്ച് പഠിക്കുക. അതാണ് നമ്മൾ പറയേണ്ടത് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു ലൈവ് സെഷനിൽ വീണ്ടും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാം. താങ്ക് യു.